കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കെത്തിയ വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ പ്രതിഷേധം തീർത്തു. ഇതിനിടയിൽ മന്ത്രിയുടെ കഴുത്തിന് സാരമായി പരിക്കേറ്റു. വീണ ജോർജിനെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. തനിക്ക് ആരുടെയും പിന്തുണ വേണ്ടെന്നും തന്നെ രക്ഷിക്കാൻ സഖാക്കളുണ്ടെന്നുമാണ് വീണ അതിന് മറുപടി പറഞ്ഞിരുന്നത്. പക്ഷേ മന്ത്രിക്ക് പരിക്കേറ്റപ്പോൾ സഖാക്കളുടെ പൊടി പോലും ഏഴയലത്തുണ്ടായിരുന്നില്ല. രാവിലെ 8 മണിയോടെ വീണ ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസിനെ മറികടന്ന് ഇരച്ചുകയറിയ പ്രവർത്തകർ വീടിന്റെ വാതിലിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധം നടത്തിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ റീത്തെടുത്ത് മാറ്റിയെങ്കിലും പൊട്ടിത്തെറിച്ചാണ് വീണ ജോർജ് പ്രതികരിച്ചത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് പോലീസിനുണ്ടായത്. 3 പോലീസുകാർ മാത്രമാണ് മന്ത്രിയുടെ വീടിന് മുന്നിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. പ്രതിഷേധമുണ്ടായി 15 മിനിറ്റിന് ശേഷമാണ് കൂടുതൽ പോലീസുകാർ എത്തുന്നത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ കയ്യേറ്റവും നടന്നു. കസ്റ്റഡിയിലെടുത്തവരെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷം പ്രവർത്തകരെ പോലീസ് മന്ത്രിയുടെ വസതിയിൽ നിന്ന് മാറ്റുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തന്റെ വീടിന് നേരെ ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായ ആക്രമണമാണ് ഇതെന്നും അവർ ആരോപിക്കുന്നു. ചികിത്സാ പിഴവിൽ സർക്കാർ ഉത്തരവാദിത്തത്തോടെ നടപടി കൈക്കൊള്ളുമെന്നും ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസ് അടങ്ങുന്ന മട്ടില്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? വിഷയത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ചികിത്സാ പിഴവിൽ കുറ്റക്കാർ ആരായാലും സർക്കാർ ഉത്തരവാദിത്വത്തോടെ നടപടി കൈക്കൊള്ളും. ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിഴവില്ലാത്ത നടപടിയാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വിലപിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ രംഗം തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണിത്. ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശന്റേതെന്നും വിനാശകാലെ വിപരീത ബുദ്ധിയെന്നേ ഈ പ്രവൃത്തിയെ പറയാനുള്ളൂവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വയ്ക്കും. UDF സർക്കാർ തകർത്ത ആരോഗ്യ മേഖലയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് ഇടതുപക്ഷമാണെന്നുമൊക്കെ വീണ പറയുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. മന്ത്രിയെ ഏത് രീതിയിലാണ് ആക്രമിച്ചത്? പ്രതിഷേധം എങ്ങനെയാണ് ഉണ്ടായത്? പ്രതിഷേധിച്ചവർ ഏത് രീതിയിലേക്ക് മന്ത്രിക്ക് സമീപത്തേക്ക് പാഞ്ഞെടുത്തോ? മന്ത്രിക്ക് എങ്ങനെയാണ് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ടായത്? മന്ത്രിക്ക് കൈക്ക് പരിക്കേറ്റ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിവെക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. സ്പീക്കറാണ് ശക്തമായ ഭാഷയിൽ അപലപിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മതിയായ സുരക്ഷ മന്ത്രിക്ക് ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ തന്നെ അറിയാം, മന്ത്രിക്ക് നേരെ പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് മന്ത്രിയെ വഴിയിൽ തടയുമെന്ന പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അപ്പോൾ മുൻകരുതൽ എടുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് മന്ത്രിക്ക് പരിക്കേറ്റത്? സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ദൃശ്യങ്ങൾ കൂടി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടി വരും. മന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം സംബന്ധിച്ച് കയ്യേറ്റം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത സമീപനമാണ്. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ അതൊരു അക്രമത്തിലേക്ക് പോകുന്ന രീതി ശരിയല്ല. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, സ്പീക്കർ തന്നെയാണ് വിവരിച്ചത്. സ്പീക്കർ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ പ്രതിഷേധം രൂപപ്പെട്ടതും അത് അക്രമത്തിലേക്ക് പോയത് എങ്ങനെയാണ്? 3 മണിയോടുകൂടിയാണ് വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിൽ നിന്നും മന്ത്രി വീണ ജോർജ് പോകാൻ ശ്രമിച്ചത്. ആ സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് മന്ത്രിക്കെതിരെ KSUവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായത്. വലിയ പ്രതിഷേധമുണ്ടായി. ആ സമയത്ത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ SI അടക്കമുള്ള പോലീസ് മടങ്ങിയെത്താമ ദൃശ്യങ്ങൾ ഒന്നുകൂടി. നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. പക്ഷെ
എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എന്റെ കഴുത്താണ് അല്ല സജീവട്ടാ നിങ്ങൾ വരണ്ട സജീവട്ടാ നിങ്ങൾ വരണ്ട അഡ്മിഷൻ ആയിക്കോ. അത് രണ്ട് വിഭാഗക്കാർ വന്നത്. അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. പരിക്കുണ്ട്. അല്ല ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ വിളിച്ചോട്ടെ. റെയിൽവേ സ്റ്റേഷനിലാണ്. ഫെലിക്സ്, മന്ത്രി തന്നെ പറയുന്നുണ്ട് മന്ത്രിക്ക് ഏറ്റ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്ന പ്രതിഷേധം, അങ്ങനെ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യം, കൈക്ക് പരിക്കേറ്റതായി തന്നെ പറയുന്നുണ്ട്. എന്താണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആരോഗ്യമന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ലഭ്യമാകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. ഫ്രഞ്ച് മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കേസിന്റെ പ്രതിഷേധമുണ്ടായത്. വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിൽ നിന്നും മടങ്ങാനായാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ സമയത്താണ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുമുണ്ടായത്. നേരത്തെ മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും